ഇതെന്താ സാധനമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ദേ വെറുതെ നമ്മുടെ കുളത്തിന്റെ കരയിൽ കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ദേ ഇവിടെ ഇതിങ്ങനെ കുറേ കിടപ്പുണ്ട്. ഇത് പീച്ചിങ്ങ ഉണങ്ങിയതാണ് കേട്ടോ. ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ ഒരു വലിയ പീച്ചിങ്ങ വള്ളി മൊത്തം മാവിൽ പടന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പീച്ചിങ്ങ ഉണങ്ങി കുറേ താഴെ വീഴുന്നുണ്ട്. ഞാനിതിന്റെ തോടൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാമേ. അപ്പം ദേ ഇതാണ് കേട്ടോ നമ്മുടെ പീച്ചിങ്ങ. അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിനകത്തിൽ കുറേ കറുത്ത നിറത്തിലുള്ള വിത്തുകളുണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ പാറയിൽ വല്ലതും അടിച്ചിട്ട് വിത്തുകൾ മൊത്തം എടുത്ത് കളയാമേ. നമ്മളിപ്പോഴല്ലേ ഈ പ്ലാസ്റ്റിക് സ്ക്രബ് ഒക്കെ വെച്ചിട്ട് കുളിക്കുക. മുന്നേ ആയിരുന്നെങ്കിൽ പീച്ചിങ്ങ ഉണങ്ങിയതും രാമച്ചവും ചകിരിയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ കുളിക്കുന്നത്. ഈ പീച്ചിങ്ങ പൊട്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുകൊണ്ട് തോരൻ വെക്കാം കേട്ടോ. കുറേ തോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ ബാക്കി പീച്ചിങ്ങയൊക്കെ ഇങ്ങനെ ഉണങ്ങി വീഴും. ഇപ്പൊ ഇതിനകത്തുള്ള വള്ളികളെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേനും വീണ്ടും നല്ലതുപോലെ പിടിച്ചു വരും. അപ്പൊ ഇതിവിടെ ഇങ്ങനെ വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ ഈ പീച്ചിങ്ങ. അപ്പൊ നമുക്കൊരു പാക്കറ്റിന് 10-15 രൂപയൊക്കെയാണ് കേട്ടോ ഒരെണ്ണത്തിന് വില വരുന്നത്. നമ്മളിങ്ങനെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ പറക്കി എടുത്ത് വെക്കും. ഇത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുവേ.